ഞാൻ ചേച്ചിയെ പറ്റി പഠിച്ച സമയത്ത് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം അമ്മയുടെ മരണം അറിഞ്ഞ ആ നിമിഷം ചേച്ചി ന്യൂസ് വായിക്കാൻ പോയി എന്നുള്ളതാണ്. ശരിക്കും എന്തായിരുന്നു അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്? അപ്പം ചേച്ചി ന്യൂസും കൂടെ വായിക്കുന്നു എന്നുള്ളത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇങ്ങനെ അവതാരകർക്ക് ഇങ്ങനത്തെ ആ സിറ്റുവേഷൻസ് വരും. ചേച്ചിയുടെ പ്രഷർ എന്നെ വഴക്ക് പറയും, ചേച്ചീനെ കരയിപ്പിച്ചതല്ലേ? ഒരിക്കലും ഇല്ല. ടിഷ്യൂ വേണം? ഇല്ല, ഓക്കെ അല്ലേ? പിന്നീട് പറയുന്ന പോലെ എനിക്കുണ്ടായ ട്രോമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തേക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ ക്യാൻറ്റീനിൽ പോയിരുന്നു പലതവണ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് എന്താണോ അതിൻ്റെ എല്ലാം പിന്നിൽ അമ്മ എന്തുമാത്രം എഫേർട്ട്. ഒരു അധ്യാപികയായിരുന്ന ക്രിസ്റ്റീന ചെറിയാൻ എന്ന വ്യക്തി ആലപ്പുഴക്കാരി ഈ ഒരു കരിയറിലാവുമ്പോൾ എല്ലാവരും പറയും നമ്മൾ ന്യൂസാണ് വായിക്കുന്നത്. ഓഫ് കോഴ്സ് സ്ക്രീനിൽ വരുമ്പോൾ ന്യൂസിനോടൊപ്പം തന്നെ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കില്ല. തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ചോയ്സാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമമില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ കോടുകുളഞ്ഞി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോഴും വളരെ എന്താ പറയുന്നത്, സീക്രഡ് ആയിട്ട്, വളരെ വിശുദ്ധമായിട്ട്, വളരെ നോർമലായിട്ട് സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഇപ്പം എന്നെയൊക്കെ എത്ര എൻകറേജ് ചെയ്തിട്ടുള്ളവരാന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂക്ക കാലിൽ. അത് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരമോ അധിക പ്രസംഗമോ ഒന്നുമല്ല. എനിക്ക് എവിടെയൊക്കെയോ മമ്മൂക്ക എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ മമ്മൂക്ക അയച്ചോണ്ട് മമ്മൂക്ക ഒരു സ്മൈലി അയച്ചു. പിന്നെ ശ്രീകണ്ഠ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ സാറിന് പൈസ വേണം, ഉറപ്പായിട്ട് നമുക്ക് പൈസ വേണം. എനിക്ക് ജീവിക്കാനുള്ള പൈസ 24 തരുന്നുണ്ട്, മാന്യമായിട്ട് ജീവിക്കാനുള്ള പൈസ 24 തരുന്നുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. മലയാള സിനിമയിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ആക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും നിസ്സംശയം പറയാൻ മമ്മൂക്കയാണ്. അവിടെ നിന്ന് മാധ്യമരംഗത്തേക്ക് വരികയാണെങ്കിൽ എന്നെ ഏറ്റവും സ്റ്റൈലിഷായിട്ട് അട്രാക്ട് ചെയ്തൊരു വ്യക്തിയാണ് 24 ന്യൂസിലെ ക്രിസ്റ്റീന ചെറിയാൻ. ക്രിസ്റ്റീന ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഒരുപാട് സന്തോഷം. നമ്മളിത് സെക്കൻഡ് ടൈമാണ് കാണുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ അതെ, അപ്പോൾ വീണ്ടും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സിമിയുടെ ആ ഒരു എഫേർട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു താല്പര്യം, അതേ രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംരംഭകയാകാനും നല്ല കാര്യം ചെയ്യാനുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന്. അപ്പം ഈ ഇന്റർവ്യൂ ഫുൾ കൊണ്ടുപോകാനുള്ള എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ന്യൂസ് ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. രാവിലെ ഇടുന്നത് 24 ഒപ്പം തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ചേച്ചി ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് മാല, കമ്മൽ, മറ്റേ ഡ്രസ്സിങ് ആണെങ്കിലും ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇരിക്കുക. അത് ആദ്യം ചോദിച്ചു പോകാം. എന്തായാലും മമ്മൂക്കയുടെ കാര്യം പറഞ്ഞല്ലോ, എനിക്കിനിയിപ്പോ ഒരു എന്താ പറയുന്നത്, 2 നൊബേൽ പുരസ്കാരം, ഒരു ഓസ്കാറും ഒക്കെ എന്റെ ഷെൽഫിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് എനിക്ക്. കാരണം സിമി പറഞ്ഞ ശരിയാ, എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. ഞാൻ ഈ ചെറുതായിരുന്ന സമയത്ത് മമ്മൂക്ക മനോരമ വീക്കിലിയില് ഒരു അനുഭവ കഥ എഴുതുമായിരുന്നു സീരീസ് ആയിട്ട്. ഇത് എൻ്റെ അമ്മ വായിച്ചിട്ട് അമ്മയ്ക്കും മമ്മൂക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ഇത് എന്നോട് പറഞ്ഞു തരും. അപ്പം നല്ല രസമാണ് അതിനകത്ത് ഓരോ കാര്യങ്ങൾ. ഒരു കുസൃതിയാണെന്ന് ചോദിച്ചാൽ കുസൃതിയാണ്, അതേസമയം വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധയുണ്ട്, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ശ്രദ്ധയുണ്ട്, അഭിനയത്തോടുള്ള ആ ഒരു താല്പര്യം, സ്റ്റൈലിനോടുള്ള ഒരു താല്പര്യം ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആലോചിക്കായിരുന്നു, ഈ ഒരു ഏജിലും മമ്മൂക്കയോട് ഒരു പുതിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മമ്മൂക്ക അത് പഠിക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ പുതിയ പുതിയ ഗാഡ്ജറ്റ്സ്, പുതിയ കാര്യം. ഇന്നും ഒരു ജെൻസി അല്ലെ ജെൻ ആൽഫ ആണെങ്കിൽ പോലും മമ്മൂക്കയുടെ ഒരു പിക്ചർ, അതിലെ ഷർട്ട്, അല്ലെങ്കിൽ അതിലെ ഹെഡ്ഫോൺ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വാച്ച്, ഗ്ലാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സെർച്ച് ചെയ്യും. അപ്പോൾ ഇപ്പോഴും ആ ഒരു തലമുറ വരെ ഇങ്ങനെ ഒരു ആകാംക്ഷയെ നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ആരാ? അതിന്റെ ഏറ്റവും വലിയ കാര്യം, 2 കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന്, മമ്മൂക്കയ്ക്ക് എപ്പോഴും ഒരു കുഞ്ഞിന്റെ മനസ്സ് എപ്പോഴും ഉണ്ട്. 2, മമ്മൂക്ക എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുണ്ട് മമ്മൂക്കയ്ക്ക്. അതിങ്ങനെ ഉരച്ചൊരച്ച് ഓരോ ദിവസം, എത്ര നാളായി, ഇപ്പോഴും മമ്മൂക്കയ്ക്ക് വീണ്ടും ബെറ്റർ ആവണം, ഇന്നലത്തെ മമ്മൂക്കയേക്കാൾ ബെറ്റർ ആവണം ഇന്നെന്നുള്ള. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ശ്വാസത്തിലും എൻ്റെ ഓരോ സെൽസിലും ഒക്കെ മമ്മൂക്കയുടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ
ആവാഹിച്ചതുപോലെയാണ്. അപ്പോൾ ആ മമ്മൂക്കയുടെ സ്റ്റൈല്, മമ്മൂക്കയെ പോലെ ഇരിക്കാൻ ഈയിടെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. മമ്മൂക്ക കാലയില്, അത് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരമോ അധിക പ്രസംഗമോ ഒന്നുമല്ല, എനിക്ക് എവിടെയൊക്കെയോ മമ്മൂക്ക എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ മമ്മൂക്ക അയച്ചു കൊടുത്ത് മമ്മൂക്ക ഒരു സ്മൈലി അയച്ചു. അപ്പോ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ അതുപോലെ ആകണമെന്ന് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവില്ല. അപ്പൊ നമുക്ക് അതുപോലെ ആവാൻ പറ്റില്ല. പക്ഷെ എന്നാലും എന്റെ റോൾ മോഡൽ എന്ന് പറയുന്ന ഈ കാര്യത്തിലൊക്കെ മമ്മൂക്കയാ. അപ്പം അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചിലപ്പോ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവാം. മമ്മൂക്കയായിട്ട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ടോ? മാമാങ്കത്തിന്റെ സമയത്ത് മമ്മൂക്കയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. മമ്മൂക്ക വളരെ ഫണ്ണി ആയിട്ട് കുറേ ആൾക്കാർ ഇരുന്നിട്ടാണ് അത്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഈ കുസൃതി കുട്ടികളൊക്കെ ഇരിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ മമ്മൂക്ക തമാശയൊക്കെ പറഞ്ഞ് നമ്മളെയും ചിയർഫുൾ ആക്കി. ഓക്കെ, അപ്പൊ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്ക വളരെ സീരിയസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, മമ്മൂക്ക ഞാനൊരു പാവാ, അതിനെന്താ ഞാനും പാവാണല്ലോ. ഞാൻ പറഞ്ഞു മമ്മൂക്ക പാവാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പാവാന്ന് മമ്മൂക്ക അറിയാം. ഇപ്പൊ നമ്മൾ രണ്ടും പാവങ്ങളല്ലേ, അന്ന് അവിടെ പോയിരിക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെ, അതൊരു മൂമെന്റ്. അപ്പം ഈ ന്യൂസ് വായിക്കുക, ന്യൂസ് റീഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ കുറച്ച് ഭയങ്കര ടെൻഷൻ. അയ്യോ എന്താണ് സംഭവിക്കാൻ പോണത്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ടെൻഷനാണ്. പക്ഷെ അതിനിടയിലും ഭയങ്കര കൂളായിട്ട് സ്റ്റൈലായിട്ട് വരുമ്പോൾ മീൻസ് ഇതിനൊക്കെ എങ്ങനെയാ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സമയം പ്രത്യേകിച്ച് കണ്ടെത്തുന്നതല്ല സിനി. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിഷമമില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാനിത് ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാറില്ല. ഒരു മിററിൽ നോക്കിയിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ എന്നോട് പറയും, ഇല്ലെങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എനിക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കും. ചിലപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ, നമ്മൾ കംഫർട്ട് ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആശ്വസിപ്പിച്ചില്ലെങ്കിൽ, ഒരു കാര്യം നമ്മൾ തെറ്റ് ചെയ്തത് സാരമില്ല പോട്ടെ നമുക്ക് ശരിയാക്കാം, നമ്മൾ വേറൊരാളിനോട് ഇതൊക്കെ പറയും. നമ്മളോട് എന്തുകൊണ്ട് പറയുന്നില്ല? ഞാനിത് എന്നോട് പറയും, എനിക്ക് എന്നെ ഇഷ്ടമാണ്, ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ തോന്നും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടുകയും ചെയ്യും. ഇവിടെ ഞാൻ സ്പെയർ ചെയ്യുന്നത് കുക്കിങ്ങിനുള്ള സമയമാണ്. ഞാൻ കുക്ക് ചെയ്യാറില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം. അപ്പൊ എന്നെ ഓരോരുത്തരെ കളിയാക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന കുക്കിംഗ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന. പക്ഷെ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഞാൻ ചെയ്യുന്ന ചില സ്കില്ലുകൾ, അത് ചിലപ്പം കുക്ക് ചെയ്യുന്ന ഒരാളിന് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സമയം കൂടെ എൻ്റെ ഒരു കണ്ടന്റ് മെച്ചപ്പെടുത്താനും എൻ്റെ ഓരോ കാര്യങ്ങളും മെച്ചപ്പെടുത്താനും, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരാളാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ കുറെ കഴിയുമ്പോൾ ബോറടിക്കും. അപ്പൊ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്ന് ഹെയർ സ്റ്റൈൽ മാറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞാൽ അടുത്ത വാർത്തയാകുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ മേക്കപ്പിലുള്ളവരോട് എനിക്ക് ഹെയർ ഒന്ന് മാറ്റി തരുമോ. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെ ഓരോ തവണയും കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഫ്രഷ്നെസ് തോന്നണം. അപ്പോൾ അതിൽ ഡ്രസ്സിങ്ങിൽ നമ്മളൊപ്പം ശ്രദ്ധിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കരിയറിലാവുമ്പോൾ എല്ലാവരും പറയും നമ്മൾ ന്യൂസ് ആണ് വായിക്കുന്നത്. ഓഫ് കോഴ്സ് സ്ക്രീനിൽ വരുമ്പോൾ ന്യൂസിനോടൊപ്പം തന്നെ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കില്ലേ. അപ്പം ശ്രദ്ധിക്കുമ്പം ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കരിയറിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ നല്ല ഒരു വസ്ത്രം ധരിക്കുന്നത്, അല്ലെ അതിന് ചേരുന്ന ഒരു ആഭരണം എടുക്കുന്നത്, അതിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈല്, അല്ലെ ഒരു വാച്ച്, നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ചെറിയ ചെറിയ ശ്രദ്ധകളൊക്കെ നമ്മുടെ കരിയറിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്താ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് സമയം എങ്ങനെ കണ്ടെത്തും എന്നുള്ളത്. പക്ഷെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ വീട്ടിലുള്ള കാര്യങ്ങൾ, ഈ കുക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കാണുന്ന ഒരു ലോജിക് എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുക, അത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റിയെന്ന്. പക്ഷെ ഈ കുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ലല്ലോ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന്. അപ്പോൾ ഒരു നല്ലതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം സ്പെയർ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അധ്യാപികയായിരുന്ന ക്രിസ്റ്റീന ചെറിയാൻ എന്ന വ്യക്തി, ആലപ്പുഴക്കാരി, ഇന്നിപ്പം എനിക്കൊന്ന് മലയാളികളെല്ലാം ഒരുവിധം ന്യൂസ് കാണുന്ന ആൾക്കാരാണ്. അറിയപ്പെടുന്ന ഒരു ന്യൂസ് അവതാരിക, ഒപ്പം തന്നെ ബിസിനസ് അവതാരിക എന്ന രീതിയിൽ കൂടെ മാറാൻ വേണ്ടി പോവാണ്. അപ്പം അതെങ്ങനെയാണ്, ആ ഒരു ജേണി എങ്ങനെ? ഞാൻ ചെറുപ്പം മുതൽ തന്നെ ന്യൂസ് വായിക്കും. ഇപ്പം നമ്മുടെയൊക്കെ സ്കൂളിൽ, ഞാൻ കോടുകുളഞ്ഞി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോഴും വളരെ എന്താ പറയുന്നത്, സീക്രഡ് ആയിട്ട്, വളരെ വിശുദ്ധമായിട്ട്, വളരെ നോർമലായിട്ട് സാധാരണ ജീവിതം നയിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഇപ്പം എന്നെയൊക്കെ എത്ര എൻകറേജ് ചെയ്തിട്ടുള്ളവരാന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരാ. അപ്പം അവിടെയുള്ള CMS UP സ്കൂൾ എന്ന് പറയുന്ന ഒരു
സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഓരോ ക്ലാസ്സിലും വരുമ്പോൾ നമുക്ക് ഈ ന്യൂസ് വായിക്കുന്നുണ്ട് അസംബ്ലിയിൽ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂസ് വായിക്കുന്നത് സ്റ്റാൻഡേർഡ് 3A, ഞാൻ ക്രിസ്റ്റീന ചെറിയ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വലിയ ഉത്സാഹം അത് വായിക്കാൻ. അപ്പോൾ അന്നത്തെ സമയത്തൊന്നും തന്നെ ദൂരദർശനിലെ വാർത്തയേ ഉള്ളൂ, സ്വകാര്യ ചാനലുകൾ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി ദൂരദർശനിലെ ആൾക്കാർ വാർത്ത വായിക്കുന്ന. അന്നത്തെ ഒരു വാർത്താ ശൈലിയൊക്കെ മാറി. അപ്പോൾ ഈ പത്രത്തിൽ ഒരു സൺഡേ സപ്ലിമെന്റിൽ അന്നത്തെ വാർത്താ അവതാരകർ അവർ എങ്ങനെയാണ് അവരുടെ ടെസ്റ്റ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് ഈ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ അവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ അമ്മ എന്നെ കൊണ്ട് കട്ടി വാചകങ്ങളൊക്കെ വായിപ്പിക്കും. പിന്നെ ഈ സൺഡേ സ്കൂളിൽ ബൈബിൾ റീഡിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിൽ സ്ഥിരമായിട്ട് ഫസ്റ്റ് എനിക്കായിരുന്നു കിട്ടുന്നത്. അപ്പോൾ അമ്മ ഈ ഉച്ചാരണം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുമായിരുന്നു, ഇങ്ങനെ ആകണം എന്ന്. പക്ഷെ അമ്മയ്ക്കൊരു ഫുൾ ടൈം മാധ്യമ പ്രവർത്തക, അന്നൊരു കോൺസെപ്റ്റ് അങ്ങനെ ഇല്ലായിരുന്നു. അന്ന് ഇവർക്കൊക്കെ വേറെ ജോലിയുള്ളവരാണ്, അവർ ആ 7:30 സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പ് എപ്പോഴാണോ വായിക്കുന്നത് അപ്പോൾ അവിടെ പോയി വായിക്കും, തിരികെ പോകും എന്നുള്ള ഒരു ശീലമായിരുന്നു. അപ്പൊ അമ്മ ഉദ്ദേശിച്ചത് ഞാൻ വേറെ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ട് എന്നാൽ ഈ വാർത്ത, അപ്പൊ എവിടെയൊക്കെയോ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ട്രെയിനിങ് കിട്ടി ഉണ്ടായിരുന്നു, ഇത് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. 2, പിന്നെ ശ്രീകണ്ഠൻ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ സാറിന്റെ പഴയ ടോക്ക് ഷോസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ പോലെയുള്ള അതെ. അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റില് വാർത്ത അന്ന് ഞാൻ കാണുമ്പം ഈ പെട്ടെന്ന് നമ്മൾ കണ്ണിമ പോലും ചിമ്മാതെ വാർത്ത വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ 1-2 പ്രാവശ്യം ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിന്റെ കൃത്യമായ അർത്ഥം എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എന്തുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ തന്നെ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് പോലെ വാർത്ത അവതരിപ്പിച്ചുകൂടാ. അപ്പോഴാണ് സാറിന്റെ ഈ ചർച്ചയൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ശരിക്കും സാറിന്റെ ഒരു ശൈലി എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ കാഷ്വൽ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരാൾക്കാർ സംസാരിക്കുന്നത് പോലെ. അങ്ങനെ ടീച്ചിങ് ആയി. ടീച്ചിങ്ങിൽ തന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ ആയിരിക്കുമ്പോൾ ആങ്കറിങ് ഒരുപാട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ആങ്കറിങ് ഒക്കെ ചെയ്തപ്പോൾ എങ്ങനെയൊക്കെ പിന്നീട് ജേർണലിസം ചെയ്യണമെന്ന് തോന്നി, ലീവ് എടുത്ത് ജേർണലിസം ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതും കൂടെ ഷെയർ ചെയ്യും ഇവിടെ. എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് നികേഷ് സാറിന്റെ വൈഫ് റാണി മാം ആണ്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് നികേഷ് സാറിന്റെ വൈഫാണെന്ന് പോലെ അറിഞ്ഞ, പക്ഷെ ഞാൻ കുറേ അന്വേഷിച്ചു. എനിക്ക് ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാം. അന്ന് ഞാൻ കണ്ടു വളർന്നത് സൂര്യ ടി.വിയിലെ ന്യൂസ് വായിക്കുന്ന റാണി മാമിനെ ആയിരുന്നു. ഒരു പക്ഷേ എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്നുള്ളതാണ്. അപ്പം ഓരോ സ്റ്റോറീസും പറയുന്നുണ്ട്. ലൈഫിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരായിരിക്കും? ലൈഫിൽ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്യും സിമി. കാരണം ഇപ്പൊ എന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഒന്നിച്ചാണ് ട്രാവൽ ചെയ്ത്. സിമി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം സിമിയെ സംബന്ധിച്ചിടത്തോളം സിമി ഇങ്ങനെ ഒരു സംരംഭം, അത് ചെറിയ തോതിലാണെങ്കിലും ഞാൻ ആലോചിക്കുമായിരുന്നു, അങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നു, അതില് റൈറ്റ് പാത്തിലൂടെ പോകുന്നു. ചേച്ചി സാരമില്ല, ഓർഗാനിക്കലി എനിക്ക് നോർമൽ ഗ്രോത്ത് മതി. അപ്പൊ അതിനകത്ത് എന്താ പറയുക, നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ഇട്ട്, അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ഇടിച്ചു കയറാനായിട്ട് അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ നേരായ മാർഗത്തിൽ സിമിയെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ നമ്മൾ ഒരു ദിവസം കാണുന്ന ഒരുപാട് പേര്, അതുപോലെ എൻ്റെ വീട്ടിലെ കുഞ്ഞിലെ തൊട്ട് ജോലി ചെയ്യാൻ വരുന്ന തങ്കമണി എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയെ കാണാൻ ഭയങ്കര രസമാണ് കാണാൻ. അത്രയും നല്ലൊരു ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള ഒരാള് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചേച്ചിക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ് വളരെ രോഗിയായ ഒരാളാണ്, 2 ആൺമക്കളാണ്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വഴി തെറ്റി നടക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ചേച്ചി അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വളരെ ക്ലെവറായിട്ട് എങ്ങനെയാ ചേച്ചി അത് അവോയ്ഡ് ചെയ്യുന്നത്. ഞാൻ ചെറുതാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ആ ചേച്ചി എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാവുന്ന ജോസഫ് ഏട്ടൻ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ കാൾ മാർക്സിന്റെ പടമൊക്കെ കാണിച്ചു തരും. ദസ് ക്യാപിറ്റൽ, ചിന്ത, ഇതൊക്കെ കാണിച്ചു തന്നിട്ട് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ആ മാർക്സിസത്തിന്റെ തത്വമൊന്നുമല്ല, പക്ഷെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാചകം അത്. ഇപ്പൊ ജോസഫ് ഏട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രമുഖനായ ഒരാളൊന്നുമല്ല, പക്ഷെ ആ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്ന ആ പാഠം എൻ്റെ ലൈഫിൽ ഞാൻ പാലിക്കുന്നുണ്ട്. എനിക്ക് മനുഷ്യർ തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലേ, എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണുക, ഒരേപോലെ അവസരം കൊടുക്കുക, ആരെയും തഴയാതിരിക്കുക. ഇപ്പൊ ഒരാൾക്ക് ഒരു കഴിവ് കാണും, വേറൊന്നിലും മോശമായിരിക്കാം. അപ്പൊ അവർക്ക് എന്താണോ ആ കഴിവുള്ളത് അവരെ ഒന്ന് ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നത് ജോസഫ് ഏട്ടനിൽ നിന്നാണ്.
എന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പം മമ്മി ടീച്ചറായിരുന്നു. അപ്പം മമ്മി എന്നെ കൊണ്ടുവരുന്ന ഓട്ടോ ഒരു അമ്പാടി എന്ന് പറയുന്ന ഒരു അനുവുണ്ട്. അനുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൈലന്റ് ആണ്. നമ്മളെ കൊണ്ടുവിടും, തിരിച്ചു കൊണ്ടുവരും. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വർത്താനമൊന്നും പറയില്ല, പക്ഷെ കൃത്യസമയത്ത് വരും. അപ്പോൾ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന ഗുണം, ആവശ്യമില്ലാത്ത സംസാരമില്ലായ്മ, അച്ചടക്കം, ഇതൊക്കെ ഞാൻ അനുവിൽ നിന്നാണ് പഠിച്ചത്. ഇങ്ങനെ പറയാനാണ്. പിന്നെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, എൻ്റെ ടീച്ചേഴ്സ്. പേരെടുത്ത് പറയാൻ ഒരുപാട്. പിന്നെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് എന്താണോ അതിൻ്റെ എല്ലാം പിന്നിൽ അമ്മ എന്തുമാത്രം എഫേർട്ട്. ഇപ്പൊ ഇന്നല്ലേ റിയാലിറ്റി ഷോസ് ഉള്ളത്, പിള്ളേരെ ഓരോ കാര്യങ്ങൾ. എന്നെ അന്നത്തെ സമയത്തൊക്കെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കുക, പദ്യപാരായണത്തിന്, ലളിതഗാനം പഠിപ്പിക്കുക, പ്രസംഗം, അങ്ങനെയുള്ള കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോവുക. ആ എക്സ്ട്രാ അമ്മ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അന്ന് അമ്മയ്ക്ക് വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഒരു സ്കൂൾ ടീച്ചർ, മിഡിൽ സ്കൂൾ ടീച്ചറിന് കിട്ടുന്ന ആ ശമ്പളത്തിൽ നിന്നാണ് ഇതെല്ലാം. അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, എന്നെ കെട്ടിയിട്ടൊക്കെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഞാൻ എന്താ പറയുന്ന ഒരു മനുഷ്യർക്കൊക്കെ ശല്യം ഉണ്ടാക്കുന്ന ഒരു കുരുപ്പായി ചിലപ്പോൾ പോയേനും. അങ്ങനെ ആകാതിരുന്നതിന് കാരണം ആ ശിക്ഷ തന്നെയാണെന്ന് ചിലപ്പോൾ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അത്രയും ട്രെയിനിങ്ങും തന്ന് ഈ പറയുന്നത് പോലെ നമ്മുടെ സ്വഭാവ രൂപീകരണ സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്താണ് അമ്മ. അപ്പൊ ഇന്നെന്താണോ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അമ്മയോടാണ്. പിന്നെ മമ്മൂക്ക, പിന്നെ നമ്മുടെ ഡോക്ടർ രഘുറാമരാജൻ. എൻ്റെ ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴാണെങ്കിലും, എൻ്റെ ബിസിനസ് ജേർണലിസ്റ്റിലാണെങ്കിലും, പോളിസീസ് ഒക്കെ ചിന്തിക്കുമ്പോഴാണെങ്കിലും ഡോക്ടർ രഘുറാമരാജന്റെ ഒരു വേ ഓഫ് തിങ്കിങ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കോളേജിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു. ഇല്ലില്ല, എനിക്ക് അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, റിസർവ് ബാങ്കിന്റെ ഗവർണറാണ്. അപ്പൊ ആ സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുകയും ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്നെ സ്വാധീനിച്ച ഒരാളാണ് ലിയോണൽ മെസ്സി. ലിയോണൽ മെസ്സി ആ കളിക്കളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഓരോ ദിവസവും നമ്മൾ കണ്ടുമുട്ടുന്ന, ഇപ്പം ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പ്രൊഫഷണലിസവും പങ്ക്ച്വാലിറ്റിയും ഡിസിപ്ലിനും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ പേരെടുത്ത് പറയുവാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ കാണുന്ന എല്ലാവരും, ഇപ്പം നമ്മൾ വരുമ്പോൾ നമ്മളോട് നന്നായി സംസാരിക്കുന്ന എൻ്റെ ഓഫീസിലെ സെക്യൂരിറ്റി ചേട്ടൻ മുതൽ ഒരുപാട് പേര് കാണും. അപ്പോൾ എല്ലാവരും നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യം പഠിക്കാനുണ്ടാവുള്ളത്. അങ്ങനെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇപ്പൊ ഈ വേയിലൂടെ ഞാൻ ചിന്തിക്കുമ്പോൾ ശരിയാ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ കണ്ടു, സംസാരിച്ചു, ഒരുപാട് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഒരുപക്ഷെ ഞാനും ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം അമ്മയെ പറ്റി സംസാരിച്ചു, വാതോരാതെ സംസാരിച്ചു. പക്ഷെ ഞാൻ ചേച്ചിയെ പറ്റി പഠിച്ച സമയത്ത് എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം, അമ്മയുടെ മരണം അറിഞ്ഞ ആ നിമിഷം ചേച്ചി ന്യൂസ് വായിക്കാൻ പോയി എന്നുള്ളതാ. ശരിക്കും എന്തായിരുന്നു അങ്ങനെ ഒരു ഇൻസിഡന്റ്, അങ്ങനെ ഒരു അമ്മയുടെ മരണത്തോടൊപ്പം ചേച്ചി ന്യൂസും കൂടെ വായിക്കുന്നു എന്നുള്ളത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇങ്ങനെ അവതാരകർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും എന്നുള്ളത്. അതെങ്ങനെയാ ഫേസ് ചെയ്തതെന്ന് ആദ്യം ഒന്ന് പറയാം. ഫേസ് ചെയ്തത്, ഞാൻ ചിലപ്പോൾ എന്നെ കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ വളരെ സെൻസിറ്റീവാണ് എന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഞാൻ വീക്കാണെന്ന്. പക്ഷെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഈ ഘട്ടങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്ര വീക്കായിട്ടുള്ള ഒരു വ്യക്തിയല്ല. കാരണം എൻ്റെ അമ്മയുടെ അത്രയും ധൈര്യമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഒരുപക്ഷെ അമ്മയുടെ കൂടെ വളർന്നത് കൊണ്ട് കൂടെ ആയിരിക്കാം. അപ്പം ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ സമയത്ത് US ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. അപ്പം മമ്മി ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞ് നേരെ പോയി. അപ്പം മമ്മിയുടെ ഒരു സർജറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ജോലി എന്ന് പറയുന്നത്, എനിക്ക് കരിയർ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം അവധിക്ക് ശേഷം വീണ്ടും എങ്ങനെയാണ് ഒരുപാട് അവധി എടുക്കുന്നതെന്ന് വിചാരിച്ച് 2 ദിവസം മാത്രമേ എനിക്ക് അന്നേരം അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം സ്റ്റേബിളായി തിരിച്ച് നമ്മളിവിടെ വരുന്നു. പിറ്റേ ദിവസം അപ്പം നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല എന്നറിയുന്നു. ആ സമയത്ത് 8:45 ഒരു ചെറിയ ബുള്ളറ്റിനുണ്ട്, ഒരു 15 മിനിറ്റ് ബുള്ളറ്റിനുണ്ട്. അതിനകത്ത് ഒരു ബ്രേക്ക് കാണും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരോ വായിക്കാൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വായിക്കേണ്ട ബുള്ളറ്റിനല്ല, ഞാൻ അന്നേരം ഡ്യൂട്ടിയിലാണ്, പക്ഷെ വായിക്കണം. പെട്ടെന്ന് അന്നേരം വായിക്കാൻ കയറിയപ്പോൾ ബാലുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ വന്നു. അപ്പോൾ ഫോൺ വരുമ്പോൾ എനിക്കറിയാം എന്നെ ജോലി സമയത്ത് ഒരു കാരണവശാലും വിളിക്കില്ല. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഫോൺ കോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ മമ്മിക്ക് സീരിയസ് ആണ്, പിന്നെ അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കാനും അത് ഓർക്കരുതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
എനിക്ക് പെട്ടെന്ന് തലയിൽ എന്തോ ഒരു ചുറ്റിക വെച്ച് അടിക്കുന്ന പോലെ ഒരു ഫീലാണ്. അപ്പോൾ ഫോൺ താഴെ വെച്ചിട്ട് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് മമ്മി പോയി എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു വാർത്ത വായിക്കായിരുന്നു അതുകൊണ്ട് ബ്രേക്കിൽ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോഴൊക്കെ പക്ഷെ എന്നാലും മമ്മി ഒരു 10-15 വർഷം കൂടെങ്കിലും ജീവിക്കും എന്നുള്ള പ്രതീക്ഷയാണല്ലോ നമുക്ക്. പക്ഷേ എന്തോ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് വാർത്ത നമുക്ക് വായിച്ചേ പറ്റത്തുള്ളൂ. ഷേക്സ്പിയർ പറയുന്ന പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നത് പോലെ നമ്മൾ KPC ലളിത ചേച്ചിയൊക്കെ ഇതുപോലെയുള്ള അനുഭവം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ലൈഫിലുണ്ടാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അടുത്ത ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞ് നമുക്ക് നമസ്കാരം പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പോൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് ശ്രീകണ്ഠ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു സാറേ മമ്മിക്ക് സീരിയസ് ആ. അപ്പം സാറ് ചോദിച്ചു വണ്ടി വിടണോ, ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡ് വരും ഞാൻ പോവാം. അപ്പോൾ തന്നെ സാറിനും എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് പല ആൾക്കാർ എന്നെ ഇങ്ങനെ പോകുമ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് അറിയാമായിരുന്നു, പക്ഷെ എന്നോട് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ പാനിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓഫീസിൽ നിന്ന് തുരുതുര ആൾക്കാരുടെ കോള് വരുന്നുണ്ട്, സാറ് വിളിക്കുന്നുണ്ട്, നമ്മുടെ ഓഫീസിലുള്ള പല സഹപ്രവർത്തകരും വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ആ വാർത്ത വായിച്ചു തീർക്കാനും ചിരിച്ചുകൊണ്ട് നമസ്കാരം പറയാനും പറ്റിയെന്ന് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന്. പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരുപാട് ഫേസ് നമുക്ക് നമ്മുടെ ലൈഫിൽ താണ്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് റിജക്ഷൻ ഉണ്ടാവും, നമ്മളെ കൊള്ളത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, പലതവണ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ നിരാശപ്പെടാതെ ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പല സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന പോലെ എനിക്കുണ്ടായ ട്രോമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തേക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ഞാൻ ക്യാൻറ്റീനിൽ പോയിരുന്നു പലതവണ കരഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ ക്യാമറയിലെ ചീഫ് വിൽസനോട് ചോദിച്ചു എന്ത് പറ്റി വല്ലാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു വിൽസൺ എനിക്ക് ഇങ്ങനെ മമ്മിയുടെ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട്, ഒരു രക്ഷയില്ല, ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷമായി. അപ്പം വിൽസനോട് പറഞ്ഞു അങ്ങനെ എപ്പോഴും നമ്മൾ മനസ്സിലത് എടുത്തുകൊണ്ട് നടക്കരുത്. അപ്പൊ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ അദ്ദേഹം വെറുതെ അവിടെ കഴിക്കാൻ വന്നിരുന്ന അപ്പൊ നമ്മളോട് അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് ചിലപ്പോൾ പറയേണ്ട കാര്യമില്ല, അല്ലെ ചോദിക്കേണ്ട കാര്യമില്ല, അവരവിടെ ഇരുന്നു സങ്കടപ്പെട്ടിരുന്ന എനിക്ക് എന്താന്ന് പറഞ്ഞ് പോകാം. ഇതേപോലെ നമ്മുടെ ക്യാമറയിലും ഒക്കെ PCR ഒക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വെള്ളവുമായിട്ട് വരും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ ഒരുപാട് എന്താ പറയുന്നത് ഇൻസ്പയർ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഓരോ ഘടകമാണ് ഇതൊക്കെ. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെ എതിർക്കുന്നവർ കാണും, വിമർശിക്കുന്നവർ കാണും, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന 1000 പേര് വേറെ കാണും. അപ്പൊ നമ്മൾ അവരിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊള്ളുക. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ എന്നെ ഒത്തിരി പിടിച്ചൊല്ലച്ചതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കും എനിക്കിഷ്ടമുള്ള ആരും ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹം. അപ്പൊ എൻ്റെ മമ്മിയൊക്കെ മരിച്ചു കഴിഞ്ഞ് ജീവിക്കുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ചിന്തയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം പോലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു അതിശയമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ വിചാരിക്കുന്നതാ എനിക്കിഷ്ടമുള്ള എല്ലാ മനുഷ്യരും ഞാൻ മരിച്ചു കഴിഞ്ഞ് മരിക്കാവൂ, അതിന് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ള. ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും നമ്മളിപ്പോൾ പ്രായമുള്ള ആൾക്കാർ, ഞാൻ കൊയറിലൊക്കെ പാടാനൊക്കെ പണ്ട് പോകുമ്പോൾ ഈ ശവസംസ്കാര സമയത്ത് ആ മൃതദേഹം എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ എല്ലാവരും കരയല്ലോ, ഞാനും എൻ്റെ കൂടെ കരയും. അപ്പം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഇതൊക്കെ എങ്ങനെയോ എനിക്ക് അറിയില്ല തരണം ചെയ്തു. ചേച്ചിയുടെ പ്രഷർ എന്നെ വഴക്ക് പറയും, ചേച്ചിയെ കരയിപ്പിച്ചു തന്നെ. ഒരിക്കലും ഇല്ല. ടിഷ്യൂ വേണോ? ഇല്ല, ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ഈ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് നല്ല മെമ്മറീസ് എന്തായാലും ലൈഫിൽ ഉണ്ടാവും. ചേച്ചിയുടെ പ്രണയം ഒരു അപൂർവ പ്രണയമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. രാഷ്ട്രീയ പ്രവർത്തകൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ അന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. എങ്ങനെയായിരുന്നു ആ ഒരു പ്രണയം? എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങിയത്? ഞാൻ ഉടുപ്പിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉടുപ്പിയിൽ ജോലി ചെയ്യുമ്പം ഈ നോക്കിയ 3310 ഇറങ്ങിയ സമയത്താണ്. ആ സമയത്ത് വളരെ അപൂർവം ആൾക്കാർക്ക് ഫോണുള്ളൂ. അപ്പോൾ എനിക്ക് ഫോൺ മേടിച്ചു തന്നെ എൻ്റെ പപ്പ അന്ന് കുവൈറ്റിലാണ്, നമുക്ക് ഹോസ്റ്റലിലേക്ക് എപ്പോഴും വിളിക്കാൻ പറ്റില്ല. അപ്പം ഫോൺ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് പപ്പ എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ അന്ന് അധികം ആൾക്കാരുടെ കയ്യിൽ ഈ ഫോണില്ല. അപ്പം ഇദ്ദേഹവും വീട്ടിൽ ഒറ്റ മോനാണ്, ഇദ്ദേഹത്തിനും ആ സമയത്ത് ഇതേ മോഡൽ ഫോണുണ്ട്. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഇൻകമിങ് കോളിന് ചാർജ് വരുന്നതാണ്. പിന്നെ മെസ്സേജ് പെട്ടെന്ന് നമുക്ക് 10 മെസ്സേജ് കൂടുതലൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, കാലിക്കറ്റ് LLB പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഫ്രണ്ടിന്റെ അമ്മ എന്നോട് പറയും ഷുഗർ ലോ ആകും, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറയണം. അപ്പൊ എനിക്ക് ഇച്ചിരി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ ആളിന് ഫോണില്ലാത്തതുകൊണ്ട്
ഫ്രണ്ടിന്റെ ഫോൺ എനിക്ക് നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് വരുന്നു. അപ്പോൾ സ്ഥിരം മെസ്സേജ് ഒന്നുമല്ല, വല്ലപ്പോഴും മെസ്സേജ് അയക്കുന്നു, കാരണം വല്ലവരുടെയും ഫോണിലേക്കല്ലേ നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ എന്നോട് പറഞ്ഞു ഈ നമ്പറിലേക്ക് നീ അയക്കേണ്ട, വേറൊരു നമ്പറാണെന്ന് പറഞ്ഞിട്ട് നമ്പർ തരുന്നു. അവിടെ കിടക്കുന്ന ഒരു പിന്നെ വീക്ക്ലിയിൽ ഞാനത് എഴുതിയിടുന്നു. എഴുതിയിട്ടതിന് ശേഷം ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു, കാരണം സ്റ്റോറേജ് ഇല്ലല്ലോ. അപ്പോൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ നമ്പർ ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് അതിനകത്തേക്ക് ഇതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്തിന് ഭക്ഷണം കഴിക്കണം, ഹെൽത്ത് നോക്കണം, പഠിത്തം. എനിക്കപ്പോൾ ജോലി കിട്ടി, ആള് LLB പഠിക്കുന്നു, ഇതെല്ലാം പറയുന്നത് അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്താ സംഭവിച്ചേ, എന്തോ ഒരു നമ്പർ മാറിയിട്ട് ഇതെല്ലാം പോകുന്ന ഇദ്ദേഹത്തിന്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു വിളി, നിങ്ങൾ എന്തിനാ എനിക്ക് മെസ്സേജ് അയക്കുന്നത്? ഞാൻ ചോദിച്ചു, അയ്യോ നിങ്ങൾ അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിനാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോഴും എനിക്ക് മനസ്സിലായി, ഞാൻ വിചാരിച്ചു നീ എന്നെ കളിപ്പിക്കാൻ വല്ലോ ആണോ. അപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് അല്ലേ, LLBക്ക് പഠിക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഞാൻ LLBക്ക് ഒന്നും അല്ല, ഞാൻ എൻ്റെ പാർട്ടി ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ മെസ്സേജ്. ഞാൻ ചോദിച്ചു ഏത് പാർട്ടി? നമ്മുടെ സഖാവ് VK നായനാരുടെ പാർട്ടി. അപ്പോൾ നായനാർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ സോറി കേട്ടോ, എന്നാൽ എനിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഇതുപോലെ എൻ്റെ ഫ്രണ്ട് തന്ന നമ്പറാണ്, ഞാൻ ആ നമ്പറിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയും സോറിയൊക്കെ പറഞ്ഞു. പിന്നെ ഫോൺ അങ്ങ് വെച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് അല്ല, പുള്ളി എന്നിട്ട് എന്നെ വിളിച്ചു എന്നോട് ചോദിച്ചു ഇതെവിടെയാ? ഞാൻ പറഞ്ഞു ഉടുപ്പി. അയ്യോ എനിക്ക് ഇൻകമിങ്ങിന് പൈസ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി മനുഷ്യന്റെ സാമ്പത്തിക ബോധമുള്ള മനുഷ്യനാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അപ്പൊ അമ്മ സംസാരിച്ചപ്പോഴ് ഒരുപാട് നല്ലൊരു അമ്മ. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാനും അമ്മയും കൂടെ കമ്പനിയായി, ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സെക്കൻഡ് കോളിൽ അമ്മയാണ് സംസാരിക്കുന്നത്. അമ്മയെ സംസാരിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെ നോർമലായിട്ടുള്ള മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അമ്മയായിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിനുശേഷം പുള്ളി കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ സംസാരിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചും, ഞാൻ ഫുട്ബോൾ ഫാനാണ്, പുള്ളിയും ഫുട്ബോൾ ഫാനാണ്. അപ്പോൾ ഫുട്ബോൾ കളിയെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള ലോകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാ, അല്ലാതെ പ്രണയമൊന്നും അതിനുശേഷവും, അതായത് ഇത് പറഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ വിഷയമായിട്ടേ ഇല്ല. അപ്പൊ ഏത് പബ്ലിക് സ്പേസിൽ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, കാരണം നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സാണ് സംസാരിക്കുന്നത്. റൊമാൻസ് ഇല്ലായിരുന്നു. റൊമാൻസ് അങ്ങനെ ഒരു റൊമാൻസ് കൈൻഡ് ഓഫ് റൊമാൻസ് അല്ല എന്ന് പറഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എന്താ പറയുന്നത്, സ്നേഹപൂർണമായ വിളി. എപ്പോഴും എന്നെ എടി എന്നാ വിളിക്കണേ. വല്ലവരോട് ആരോടെങ്കിലും പറയുവാണെങ്കിൽ ക്രിസ്റ്റി എന്ന് പറയും, എന്നെ വിളിക്കാന്ന് എടീന്നേ വിളിക്കത്തുള്ളൂ. അല്ലാതെ ഓമന പേര് വിളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, തിരിച്ച് അങ്ങോട്ടാണേലും ഇല്ല. പക്ഷേ നമ്മുടെ ബന്ധത്തിൽ ഇപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്, നമുക്ക് മടുപ്പില്ല. എവിടെ പോയാലും തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് വരണം എന്നുള്ളത് തോന്നും. ഒരുപാട് നാൾ മാറി നിൽക്കാൻ പറ്റത്തില്ല. എവിടെ യാത്ര പോകാനാണെങ്കിലും എനിക്ക് പുള്ളി കൂടെ വേണം എന്നുള്ള ആ ഒരു ഇതുണ്ട് കഴിയുന്നതും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പുറത്തൊരാളുടെ അടുത്ത് കൂടെ അങ്ങനെ അധികം യാത്ര ചെയ്യാനോ സ്റ്റേ ചെയ്യാനോ എനിക്ക് അത്രയും ട്രസ്റ്റ് ഇല്ലാത്ത ഒരാളിൻ്റെ കൂടെ അങ്ങനെ ഞാൻ ചെയ്യില്ല. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു ഭർത്താവിനെ നല്ലത് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു അമ്മായിയമ്മയെ കിട്ടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പുള്ളി ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയതാണ്. അപ്പൊ അമ്മയാണ് ശരിക്കും പറയാനുള്ള ഒരു ഫാക്ടർ. ഓക്കെ, അങ്ങനെ ഇപ്പൊ പാർട്ടി പ്രവർത്തനം മാറ്റിവെച്ചു. ഇപ്പൊ പാർട്ടി പ്രവർത്തനം കുറവാണ്. കാരണം ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നി, പ്രശ്നമാണോ എന്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും അവര് എന്താ പറയുന്നത്, അവരുടെ ഒരു ജോലി കാണും, ഒരു വരുമാന മാർഗം കാണും, അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ ഈയിടെ തിരൂരങ്ങാടി MLA കണ്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫാദർ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് ഇവരുടെ ചെലവിനുള്ള കാര്യങ്ങൾ പോലും കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കുഞ്ഞായിരുന്നപ്പോൾ കുഞ്ഞിന്റെ ആഗ്രഹങ്ങൾ, പഠനം, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാകുവാണെങ്കിൽ ഞാൻ സ്വന്തം കാലിൽ നിന്നതിന് ശേഷമേ ഞാൻ രാഷ്ട്രീയത്തെ ഇറങ്ങും. അപ്പോൾ അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. അതിൽ കൂടെ അദ്ദേഹത്തിന് ഒരു വരുമാനമുണ്ട്. ഇപ്പോൾ അദ്ദേഹം തിരൂരങ്ങാടിയുടെ MLA ആണ്. അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ചൊരു വിഷനുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ പലപ്പോഴും അഴിമതി ഉണ്ടാകുന്നതിന്റെ കാര്യം എന്താണ്? നമുക്ക് ആകെപ്പാടെ ഒരു 140 MLA-മാരുണ്ട്, 20 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, കുറെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളുണ്ട്. ഇതിനപ്പുറമായിട്ട് ആർക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്? ഇപ്പൊ പാർട്ടിയിൽ എന്തെങ്കിലും കമ്മിറ്റി മെമ്പർ ഒക്കെ ആവും, അതുകൊണ്ടൊന്നും ഒരു വരുമാന മാർഗം ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് അതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് അഴിമതി വരുന്നത്. അപ്പൊ ആ കൈൻഡ് ഓഫ് അഴിമതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വരുമാന മാർഗം വേണം. ആ വരുമാന മാർഗം നമുക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് പിന്നെ നമുക്കതൊരു പാഷനായിട്ടാണെന്നുണ്ടെങ്കിൽ
അപ്പം ഞാൻ പറഞ്ഞു നമ്മൾക്ക് അങ്ങനെ ഒരു വരുമാന മാർഗം എന്നുള്ളത് എല്ലാ ബന്ധങ്ങളിലും ഒലച്ചിലുണ്ടാകുന്നതിന്റെ ബേസിക് കാരണം നമ്മൾ എന്തൊക്കെ പുറത്ത് പറഞ്ഞെന്ന് പറയാനും ഒന്ന് സാമ്പത്തികമായിരിക്കും. നമ്മൾ ഈ പറയുന്ന പല ലവ് മാരേജസിലും ലേറ്റർ സ്റ്റേജിൽ അത് പ്രശ്നം ഉണ്ടാകുന്നതിന്റെ കാര്യം പൈസ ഇല്ലായ്മയാണ്. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുന്നതിന്റെ കാര്യം അതിപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ഭാര്യയും ഈ പെൺകുട്ടിയും ചെക്കനും അവര് എത്ര കുട്ടികൾ വേണമെന്ന് പറയും, എവിടെയൊക്കെ ഇതിന് പോകണമെന്ന് പറയും, കല്യാണത്തിന് തീം ഡ്രസ്സ് എന്ത് വേണമെന്ന് പറയും, ഓരോ സാധനങ്ങളും ഓരോ മൈന്യൂട്ട് സാധനങ്ങളും, ഇവിടെ ആ സാധനം അങ്ങനെ വെക്കണം, അവിടെ ആ സാധനം ഇങ്ങനെ വെക്കണം, നമ്മുടെ സ്റ്റേജ് ഇങ്ങനെ ആയിരിക്കണം, നമ്മുടെ കളർ തീം ഇങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം പറയും. പക്ഷേ എനിക്കൊരു കടമുണ്ടോ, എനിക്ക് എൻ്റെ എൻ്റെ വരുമാനം എത്രയാണ്, ഇത് വെച്ച് നമുക്ക് പോകാൻ പറ്റുമോ, അതേപോലെ തന്നെ ഇതിന് ശേഷം നിനക്കെന്തെങ്കിലും കടമുണ്ടോ, ഉണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗം നമുക്ക് എങ്ങനെയാണ് ഒരു കോമൺ പൂൾ ഉണ്ടാക്കേണ്ടത്, ഇതൊന്നും സംസാരിക്കില്ല. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത്. ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അതിൽ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനെ സ്ലോലി ഇപ്പോഴും രാഷ്ട്രീയം മനസ്സിലുണ്ട്, പക്ഷെ ഈ പറയുന്നത് പോലെ നമ്മുടെ സമയം മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏണിംഗ് ഉണ്ടാവില്ല. ഏണിംഗ് ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പം ഇപ്പൊ ഞാൻ പറയും എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന അദ്ദേഹത്തിന് തന്നെ തോന്നുമല്ലോ എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണം, ആ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉടായ്പ് കാണിച്ച് ആ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എൻ്റെ വീട്ടിൽ വരുന്ന 5 പൈസയാണെങ്കിൽ 5 പൈസ, അല്ലെ 10 രൂപയാണ് 10 രൂപ, ആ 10 രൂപ ന്യായമല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയതാവരുതെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ രാഷ്ട്രീയ പ്രവർത്തനം അത് ഫുൾ ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ പറയല്ല, മാറ്റണം എന്ന് പറയല്ല, ഇങ്ങനെ ആണ്, ഇതാണ് ഇതിന്റെ സംഭവം. അപ്പൊ അദ്ദേഹത്തിന് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യക്തിയാണ്, സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെ എന്താ പറയുന്ന അവബോധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹവും അത് മാനിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ചേച്ചി 24-ൽ വളരെ നാളുകളായിട്ടുണ്ട്. 24-ന് ശേഷം നമുക്ക് റിപ്പോർട്ടർ ചാനൽ വന്നു, അതിനുശേഷം ബിഗ് TV വന്നു. അപ്പം സുഹൃത്തുക്കളെല്ലാം പല പല ചാനലിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടറിൽ നിന്നോ ബിഗ് TVയിൽ നിന്നൊന്നും ഓഫർ വന്നിട്ടുണ്ടാവാം. എന്തുകൊണ്ടായിരിക്കാം വേറൊരു ഓപ്ഷൻ നോക്കാത്തത്? ഇപ്പൊ ഓഫർ പലയിടത്തു നിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കാത്തതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈവൻ ഫുഡിന്റെ ഈ വെറൈറ്റി പല കാര്യങ്ങളിലും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊരു ചെടി എന്നുള്ള നിലയിൽ നമ്മളൊരു മണ്ണില് വേര് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു മണ്ണിൽ വേര് പിടിക്കണമെങ്കിൽ കുറെ സമയം വേണം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പം ശ്രീകണ്ഠൻ സാർ നല്ല വിഷനുള്ള ഒരാളാണ്. അപ്പൊ സാറ് ചിലപ്പം ഇന്ന് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഇതെന്താ എന്ന് ചോദിക്കും. പണ്ട് നമ്മുടെ പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോട് പറഞ്ഞതുപോലെ, അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു 15 വർഷം കഴിയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷനായിരിക്കും സാർ ഇന്ന് പറയുന്നത്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് വന്നപ്പം സാർ ഒരു പുതിയ സ്റ്റൈല് കൊണ്ടുവന്നു, വാർത്താ അവതരണത്തിലാണെങ്കിലും മൊത്തം പ്രസന്റേഷനിലാണെങ്കിലും. അപ്പം അതിനെ ഇപ്പോഴും വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഏറ്റവും കുഞ്ഞിലെ TV കാണുന്നത് വലിയ തടിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. അപ്പോൾ അന്ന് ഈ BPL അങ്ങനെ കുറച്ച് ബ്രാൻഡ് ഉണ്ടായിരുന്നു. ആ ബ്രാൻഡുകളൊന്നും ഇന്ന് വിപണിയിലില്ല. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെയുള്ള വലിയ കളർ TV വന്നു. ആ കളർ TV കുറച്ച് തടി കുറഞ്ഞ് സ്ലിം ആയി തുടങ്ങി. പിന്നെ LCD വന്നു, LED വന്നു, പ്ലാസ്മ TV വന്നു, കർവ്ഡ് TV വന്നു. അപ്പൊ ഇങ്ങനെ ഈ TV എന്ന് പറയുന്നത് പല മാറ്റങ്ങൾക്കും വിധേയമായി. നമ്മൾ കാണുന്ന ആ എക്യുപ്മെന്റിൽ ഒരുപാട് മാറ്റം വന്നെങ്കിൽ അതിനകത്തിരിക്കുന്ന ആളിനും ആ പ്രസന്റേഷനും ഒക്കെ മാറണ്ടേ അതിനനുസരിച്ച്? അതാ എന്റെ ചോദ്യം. അല്ലെങ്കിൽ നമ്മൾ ഇന്നും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV എടുത്ത് കണ്ടാ പോരെ? അപ്പൊ ഇന്ന് നമ്മൾ അതല്ല കാണുന്നതെങ്കിൽ ഈ ടെക്നോളജിക്ക് അനുസരിച്ച്, ഈ സ്പീഡിനനുസരിച്ച്, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ പ്രസന്റേഷനിലും നമ്മുടെ വൈബിലും ഒക്കെ മാറ്റം ഉണ്ടാവും. അപ്പൊ ആ മാറ്റം സാറ് കുറെ നാൾ മുമ്പ് കൊണ്ടുവന്നു. അപ്പൊ അന്ന് വിമർശിച്ചവരിൽ പലരും ഇപ്പോഴും ഇപ്പൊ അനുകരിക്കുന്നുണ്ട്. മാത്രമല്ല ചില ആൾക്കാർ ഇപ്പോഴും വിമർശിക്കുന്നുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാം മാറുമ്പോൾ നമ്മൾ മാത്രം എന്തിനും സ്റ്റാറ്റിക് ആയിട്ടിരിക്കണം, നമ്മൾ മാറണം. അതാണല്ലോ അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു വിഷൻ, ആ വിഷൻ എന്നെ കുറേ ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ പൊതുവേ ഞാൻ അവിടെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ എന്നുള്ളതല്ല അൾട്ടിമേറ്റ്. പൈസ വേണം, ഉറപ്പായിട്ട് നമുക്ക് പൈസ വേണം. എനിക്ക് ജീവിക്കാനുള്ള പൈസ 24 തരുന്നുണ്ട്, മാന്യമായിട്ട് ജീവിക്കാനുള്ള പൈസ 24 തരുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറമായിട്ട് ചിലപ്പം ഞാൻ ഈ പറയുന്ന ഓഫറുകൾ, എൻ്റെ 3 ഇരട്ടി സാലറിയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓഫർ വാങ്ങിച്ച് ഞാൻ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ ഈ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു വിഷണറി ലീഡർഷിപ്പിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ സാറിനോട് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ സാർ അത്
കൃത്യമായിട്ട് മനസ്സിലാക്കും. നമ്മളൊരു മരുഭൂമി കൊണ്ടുപോയി വെള്ളം കുഴിക്കുന്നല്ല, നീ വന്നത് പറഞ്ഞു എന്തു ഈ പറയുന്നത് എന്ന് ചോദിക്കുകയല്ല. സാറിന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇനി പറ്റാത്തതാണെങ്കിൽ സാർ വളരെ വളരെ കോർഡിയലായിട്ട് അത് പറഞ്ഞു, കൃഷ്ണ അതിനകത്ത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും അതിൽ ആ പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് ഫാക്ടേഴ്സ് വന്നെന്ന് പറഞ്ഞാലും സാറിനെ പോലൊരു ലീഡറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു കംഫർട്ടാണ്. പൊതുവേ ആ സ്പേസിൽ ഞാൻ കംഫർട്ടബിളാണ്. പിന്നെ നമുക്ക് പറയുന്ന പോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ പ്രേക്ഷകരുണ്ട്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവരൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ പൈസ എന്ന് പറയുന്ന ഒരൊറ്റ ഫാക്ടറിൻ്റെ പേരിൽ മാറുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് അത്രയും വർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് അങ്ങനെയൊക്കെ എന്ത് വന്നെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു ലീഡർഷിപ്പിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പിലാണ് വിശ്വാസം എന്ന് വെച്ചിട്ട് ഈ പറയുന്നത് പോലെ നാളെ എനിക്ക് പഠിപ്പിക്കണമെന്ന് തോന്നിയാൽ എനിക്ക് അത് എപ്പോഴും പാഷനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു മാറ്റം ചിലപ്പോൾ വന്നിരിക്കും. പക്ഷെ ഒരു കാരണവശാലും പൈസയുടെ പേരിൽ ഞാൻ എങ്ങോട്ടും മാറില്ല. ശ്രീധർ സാറിനെ ഒരുപാട് കാര്യങ്ങളിൽ മെൻഷൻ ചെയ്തു. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ലാത്ത ഒരാളാണ് ശ്രീധർ സാർ. ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട്, ഇത്രയും പ്രായമായെന്ന് പറയുന്നതിൽ കാര്യമില്ല, എനിക്കിപ്പോൾ ഇത്ര ഏജ് ഉള്ള ഒരു വ്യക്തി ഭയങ്കര ഇങ്ങനെ ബലൂൺ പോലെ പറന്നു പറന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കാണുന്നത് കൂടാതെ തന്നെ ഒരു ഫേസ് സാറിനുണ്ടോ? എൻ്റെ സാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇക്കിഗായ് എന്ന് പറയുന്ന ബുക്ക് സിനി വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു ജാപ്പനീസ് ലിവിങ് ആണ്. ആ ഇക്കിഗായ് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ഫാക്ടർ വേണം. അപ്പോൾ നമുക്ക് ഈ പറയുന്നത് പോലെ എൻ്റെ ലൈഫിൽ ഒരുപാട് നാൾ ഞാൻ ഈ അലാം മാറ്റി എഴുന്നേക്കണോ ഇന്ന് പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ച് എഴുന്നേറ്റുണ്ട്. പക്ഷെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പാഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഇങ്ങനെ ചാടി എഴുന്നേൽപ്പിക്കും. റബ്ബർ പാല് കുടിച്ചോളം നമ്മളിങ്ങനെ നിൽക്കും. സാറിൻ്റെ ഒരു കാര്യം അതാണ്. സാറിന് മദ്യപാനമില്ല, സിഗരറ്റ് വലിയില്ല, ഒരു തരത്തിലുള്ള ലഹരിയില്ല. സാറിന് ഒരു ഷോപ്പിങ്ങിന് പോയി ഞാൻ കണ്ടിട്ടില്ല, ഒരു യാത്ര പോയി ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ മാമിനെയും ഫാമിലിയെ സമ്മതിക്കണം. കാരണം സാറിന് ഓൾമോസ്റ്റ് ഫുൾ ടൈം ഇതിനകത്താണ്. അപ്പോൾ ഈ അടുത്തിടെ സാറിന് ഗോൾഡൻ വിസ കിട്ടിയല്ലോ. അപ്പൊ ഞാനിങ്ങനെ സാറിനോട് ചോദിച്ചു, സാറിന് എന്തിനാ ഈ ഗോൾഡൻ വിസ? സാറ് ഫ്ലോർ ടു ഹോം, ഹോം ടു ഫ്ലോർ ആയിട്ടുള്ള ഒരാളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം ഒരുപക്ഷെ സാറിൻ്റെ വീട്ടിലുള്ള ഇപ്പം മാമിൻ്റെ എന്തെങ്കിലും ഒരു സന്തോഷത്തിൽ കൂടിയിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സങ്കടത്തിൽ ചിലപ്പോൾ കൂടിയിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കൊച്ചുമക്കളുടെയൊക്കെ ബർത്ത്ഡേ അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ ഇത്തരം ആഘോഷങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഫാമിലി ഇപ്പം മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിഴല് പോലെ ഇങ്ങനെ കൂടെ കാണും, നിഴല് പോലെ കൂടെ കാണും. എന്ത് കാര്യം വേണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇതാണോ വേണ്ട അതിങ്ങനെ അലേർട്ടായിട്ട് അതിങ്ങനെ. അത് സാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്ഥാപനത്തിൽ എവിടെ ആണെങ്കിലും എല്ലാവരെയും കെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ ടിക്കർ അടിക്കുന്ന ഒരു അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പം അത് ടിക്കർ എന്ന് പറയുന്ന ഒരു നോർമൽ ജോലിയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ടിക്കർ എന്ന് പറയുന്നത് അറിയില്ല, ഈ താഴെ കൂടി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം മാം ഒരു ദിവസം ഡെസ്കിലേക്ക് കയറി വരും. മാം അങ്ങനെ ഡെസ്കിലേക്ക് വരില്ല. അപ്പം ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ എന്തോ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് വന്നത് മാം ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട്. അപ്പം അരുണിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ കേക്ക് കഴിക്ക്, ഇത്രയും റിസ്ക് ഉള്ള ജോലി ചെയ്യുന്നതല്ലേ. കാരണം ഈ ഔട്ട് പോകുന്ന സാധനം തെറ്റാൻ പാടില്ല. മീൻസ് അക്ഷരത്തെറ്റ് വരാതെ ചെയ്യാന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അതെ. അപ്പൊ ഒരു ദിവസം എത്ര ടൈപ്പ് ചെയ്യാം. അപ്പൊ മാമിനെ സംബന്ധിച്ചിടത്തോളം ആ അരുൺ ചെയ്യുന്ന ജോലി, അപ്പൊ അരുൺ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എന്താ പറഞ്ഞാൽ അത്രയും നാളായിട്ട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാൾ വന്നിട്ട് അത് പെട്ടെന്ന് ആ 10 മിനിറ്റിൽ മാം ശ്രദ്ധിച്ചു പറഞ്ഞു എന്നുള്ള എന്ന് പറഞ്ഞ പോലെ അവിടെ വരുന്ന ഗസ്റ്റുകളെ ആണെങ്കിലും പ്രോഗ്രാമിനാണെങ്കിലും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യും. അപ്പം സാർ എന്താണോ അതിൻ്റെ ഒരു പാർട്ട് ആ ഫാമിലിക്കും കൂടെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ഈ പറഞ്ഞതുപോലെ ഈ ഓൾമോസ്റ്റ് ഫുൾ ടൈം ഇങ്ങനെ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോൾ സാറിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ടോക്സിക് ആയിട്ടുള്ള ഒന്നുമല്ല, സാറിൻ്റെ പാഷൻ. അപ്പൊ ആ പാഷന്റെ പിന്നാലെ സാറിനെ പോകാനായിട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഫാമിലി, ആ 2 ഫാക്ടറും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ശ്രീകണ്ഠ സാർ. സാറിനെ പറ്റി പറഞ്ഞപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളും സാറ്റലൈറ്റ് മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ പറ്റി. സലീം കുമാർ സാർ മരിച്ച സമയത്ത് അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ്, അപ്പൊ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ചേച്ചി കുറെ കാര്യങ്ങൾ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പം സാറ്റലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പത്തി പോകുന്ന ഒരു മാധ്യമ രംഗത്തുള്ളൊരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ഇത്തരം മാധ്യമ പ്രവർത്തനത്തോട് എങ്ങനെയാണ് യോജിക്കുന്നുണ്ടോ? യോജിപ്പെന്നുള്ളതല്ല, ഇതിനെ എങ്ങനെ വിലയിരുത്തും?
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീച്ചിങ്ങിൽ നിന്ന് ജേർണലിസ്റ്റിലേക്ക് വന്നതിൻ്റെ ഒരു കാരണം ഈ മൊണോട്ടണസ് ആണ് ടീച്ചിങ്. അതായത് ഞാൻ ഈ +1 +2 പഠിപ്പിക്കുമ്പോൾ 1947 മുമ്പുള്ള സിലബസ് ആണ് ഇക്കണോമിക്സ്, അതായത് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയാണ് +1 പഠിക്കുന്ന കുട്ടി ഒരു വർഷം പഠിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചാപ്റ്റർ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഈ കുട്ടി നിക്ഷേപ രീതികളെ പറ്റി, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, കൃത്യമായി അതെങ്ങനെ നിക്ഷേപിക്കണം, കൃത്യമായി അത് യൂസ് ചെയ്യണം, പൈസ വെച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ തുടങ്ങണം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ. അതുപോലെ ബിഹേവിയറൽ എക്കണോമിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു വർഷം സ്പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തന്നെയല്ലേ എല്ലാ വർഷവും ഇതേ ചോദ്യ പേപ്പർ, പ്രാക്ടിക്കൽ ഒന്നും തന്നെയില്ല എക്കണോമിക്സിൽ. ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും ഞാൻ റീസെൻ്റ് ഒരു ടീച്ചറിനോട് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ആ ഒരു കൈൻഡ് ഓഫ് അധ്യാപനത്തിലും നമ്മളും അങ്ങ് ബോറടിക്കുക. ഒരേ കാര്യം തന്നെ പഠിപ്പിച്ച, ഒരേ കാര്യം തന്നെ ആൻസർ പേപ്പർ കണ്ട് കഴിഞ്ഞ വർഷം കാണുന്നു, ഈ വർഷം കാണുന്നു, ആളിൻ്റെ പേര് മാറുന്നു എന്നല്ലാതെ ഓൾമോസ്റ്റ് സെയിം കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റീവ് ഫോഴ്സസ് ആണ്. കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സോഷ്യൽ കറക്ഷന്, സമൂഹത്തെ തിരുത്തുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ കൂടുതൽ ഒരു ലാർജ് സ്കെയിൽ ആൾക്കാരെ തിരുത്താനുള്ള ഒരു സ്കോപ്പായിട്ടാണ് ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. അപ്പോൾ ആ തിരുത്തലിന് എന്താ പറയുന്നത്, ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒന്നും മാധ്യമപ്രവർത്തകരിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഒരാളിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാം റേറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മാധ്യമങ്ങൾ അത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ റേറ്റിംഗ് എവിടെയാണോ അത്, അപ്പോൾ നമ്മൾ എന്താ ആണോ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്, സാമ്പത്തിക ശാസ്ത്രം അതാണ്, എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതാണ് കൊടുക്കുന്നത്, അത് സംഭവിക്കുന്ന അതാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ മാധ്യമങ്ങളോട് ചേർന്ന് വേണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ കാതലായിട്ട് എൻ്റെ ഒരു ഒറ്റ സംഭവമേ ഉള്ളൂ, മനുഷ്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വാല്യൂ പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാം, ലെറ്റ്സ് ടോക്ക് ബിസിനസ് എന്ന് പറയുന്ന പ്രോഗ്രാം, പിന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ, പൊളിറ്റീഷ്യൻസ് വന്നിട്ട് നമ്മുടെ ഈ ഒരു വാല്യൂ പ്ലസിൽ അവർ സംസാരിച്ചിട്ടുള്ളത് മൊത്തം വികസനത്തെ പറ്റിയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്. അല്ല ഒരിക്കലും ഒരു വിവാദത്തിൽ ഒരു ചോദ്യം പോലും, ഞാനൊരു ക്ലിക്ക് ബൈറ്റും എടുത്തിട്ടില്ല, ഒരു വിവാദവും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ അതിലൊക്കെ പല എപ്പിസോഡുകളും മില്യൺ കടന്ന എപ്പിസോഡുണ്ട്, ലക്ഷങ്ങൾ കണ്ട എപ്പിസോഡുണ്ട്, അതിൻ്റെയൊക്കെ റീലുകൾ പലരിലേക്ക് എത്തിയിട്ടുണ്ട്, പല തലങ്ങളിൽ അത് ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ അത്രയെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് പോസിറ്റീവ് മാധ്യമപ്രവർത്തനമാണ്. അപ്പോൾ എനിക്ക് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല കാര്യങ്ങൾ കാണുന്നതിലേക്ക് അത് ആവശ്യപ്പെടുക. ആ ചേഞ്ച് നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് സിമി. അത് നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നത് ലൈബ്രറി പോലെയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം പോലെയാണ്. ആ പുസ്തകത്തിൽ ഒരു പേജ് അല്ല ഉള്ളത്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ അമ്മയെ മാത്രമാണ് നമ്മൾ കാണുന്നത്, ചുറ്റുപാടുകളിലെ നേഴ്സസിനെ. അത് കഴിഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേര് വരും. അപ്പോൾ ഈ ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ടീവായിട്ട് വേണ്ടതാണ്. പക്ഷേ നമ്മൾ ചില ആൾക്കാർ വരും, ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. വിശാലമായ ഒരു ലോകമാണ്, വിശാലമായ റോഡിൽ കൂടെ നമുക്ക് ടെമ്പോ ട്രാവലിനും പോകാം, സൈക്കിളിനും പോകാം, ഒരു കുഞ്ഞു ടയറിന് ഉരുട്ടി വിട്ടാൽ അതിനും പോകാം. അത്രയും വിശാലമായ സ്പേസ് ഉള്ളിടത്ത് നമ്മൾ പോസസീവ് ആവാൻ പാടില്ല. പിന്നെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പാരിസൺ, ആവശ്യമില്ല മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, പലരെ പല രീതിയിൽ കാണുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ ചിലപ്പം ഇത് സൗഹൃദത്തിലായിക്കഴിഞ്ഞായിരിക്കും മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യുന്നതിന് എനിക്ക് ഒരിക്കലും ഒരു കുറ്റബോധം തോന്നിയിട്ടില്ല. കാരണം അവർക്കും എനിക്കും അത് തന്നെയാണ് നല്ലത്. കാരണം ഒരേ പാതയിൽ നമുക്ക് പറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാറി പറക്കുക, വേറെ വഴി കൂടെ പറക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കറക്ഷന് എൻ്റെ ഒരു ടെക്നിക്ക് അതാണ്. അപ്പോൾ ഈ പറയുന്ന ഈ അസഹിഷ്ണുത കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതും അതാണ്. നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ആൾക്കാരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലർ പറയും ഞാൻ പച്ചയായ മനുഷ്യനാണ്, മുഖത്ത് നോക്കി ഞാൻ പറയും. ഈ ആളുടെ മുഖത്ത് നോക്കി ഒരു തവണ നമ്മൾ ഇതൊക്കെ പറഞ്ഞു നോക്കുക, അവർക്കത് ഫീൽ ചെയ്യും. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും. ചിലർക്ക് ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, പബ്ലിക്കായിട്ട് ആൾക്കാരെ ഹേർട്ട് ചെയ്യുക. എനിക്ക് ഒരു തരത്തിലും ഇപ്പൊ ചില സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളവർ അവരുടെ സ്റ്റാഫിനെയൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയെ പേഴ്സണലി വിളിച്ച് പറയാം. അല്ലാതെ നമ്മൾ പബ്ലിക്കായിട്ട് എല്ലാ പക്ഷേ ഇപ്പം ഞാൻ ഉള്ളതങ്ങ് മുഖത്ത് നോക്കി പറയും എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ മുഖത്ത് നോക്കി പറയുമ്പോൾ അവർ അതേപോലെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഓരോ മനുഷ്യരും എന്ന് പറയുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടും അത് ഒരു എന്താ പറയുന്നത് ഒരു നല്ല സൃഷ്ടിയല്ലേ അത്.
നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ മൃഗങ്ങളെക്കാളിലൊക്കെ ഹയർ ലെവലിലാണെന്ന്. അപ്പോൾ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ അവരെ അതേപോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ചില മനുഷ്യർ നമ്മൾ മൂത്ത് നോക്കാത്ത മനുഷ്യരോട് നമുക്ക് മൂത്ത് നോക്കാൻ പറ്റത്തില്ല, നമ്മളോട് ചിരിക്കാൻ പറ്റുന്ന മനുഷ്യരോട് നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ മുഖത്ത് നോക്കുന്ന ഒരാളിനോട്, നമ്മളോട് സംസാരിക്കുന്ന ഒരാളിനോട് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട്, നമ്മളോട് അത്രയും കംഫർട്ടായിട്ടുള്ളവരോട് കറക്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമില്ല. പിന്നെ ചില കേസിൽ കറക്ഷൻ പോസിബിൾ അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ മാറുന്നതാണ്. നമ്മളിങ്ങനെ സംസാരിച്ച് സമയം പോകും. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. എനിക്കൊന്ന് എന്ത് ചോദിച്ചാലും കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ടീച്ചറിനെ പോലെയാണ് എനിക്ക് ഇരിക്കുന്നത് എന്നുള്ളത്. ഒരുപാട് സന്തോഷം ചേച്ചി, വീണ്ടും കാണാൻ സാധിച്ചതിൽ. വീണ്ടും വീണ്ടും ഈ സൗഹൃദം ഇങ്ങനെ നിലനിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ സിമിക്കും ഓൾ ദി ബെസ്റ്റ്. ഇതേപോലെ തന്നെ ആ നേരായ വഴിയിലൂടെ പോവുക. അപ്പൊ നമ്മള് കുറുക്കുവഴി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതൊരു സ്റ്റേബിൾ ആയിട്ട് എല്ലാവരും നമുക്ക് എല്ലാപ്പോഴും പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ ചിലർക്ക് ഗ്രോത്ത് ഉണ്ടെന്ന് നമുക്ക് തോന്നിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് സ്റ്റേബിൾ ആവണമെന്നില്ല. ഇനിയിപ്പോൾ അത് സ്റ്റേബിൾ ആണെങ്കിൽ പോലും നമ്മളൊരു റൈറ്റ് പാത്തിൽ കൂടെ പോകുന്നില്ല. അപ്പൊ സിമിയെ കുറിച്ച് ഓർത്തെങ്കിൽ ഒരുപാട് അഭിമാനമുണ്ട്. ഇതേപോലെ തന്നെ പോവുക. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് വളരട്ടെ. സിമിയുടെ ഈ ചാനലില് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഈ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലെയുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല കണ്ടന്റുകൾ ലൈക്ക് ചെയ്യുക, സിമിയെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.